അപ്പൊ ലാലേട്ടന്റെ സിനിമയ്ക്ക് പോസിറ്റീവ് റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ എന്താ അവസ്ഥ എന്ന് ചോദിച്ചായിരുന്നല്ലോ. ഇതാണ് അവസ്ഥ. 50 കോടി ക്ലബിൽ കയറിയിരിക്കുകയാണ് നമ്മുടെ ലാലേട്ടന്റെ നേര് സിനിമ. അത് ഈ കുറഞ്ഞ ദിവസം കൊണ്ട് കേട്ടോ. അപ്പോൾ ഡിസംബർ 21-ാം തീയതിയാണ് സിനിമ റിലീസ് ചെയ്തത്. ഇന്നിപ്പം ഡിസംബർ 30-ാം തീയതിയാണ്. 9 ദിവസം കഴിഞ്ഞു കേട്ടോ. ഗംഭീര കളക്ഷനോട് കൂടിയാണ് സിനിമ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു തെളിവാണ് ഈ ഒരു 50 കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മിക്ക തിയേറ്ററുകളുടെയും അവരുടെ ഫേസ്ബുക്ക് പേജും അതുപോലെ ഇൻസ്റ്റാ പേജും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൗസ്ഫുൾ മാത്രമാണ് കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് നമ്മൾ നേരെ സിനിമയുടെ ബുക്കിംഗ് കാണിച്ചതാണ്. ഗംഭീര ബുക്കിംഗ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ തൃശ്ശൂർ രാഗത്തിന്റെ ബുക്കിംഗ് ആണ് നമ്മൾ കണ്ടത് കേട്ടോ. അപ്പോൾ അത് അന്ന് റിലീസിന്റെ സമയമായിരുന്നു. അപ്പോൾ ഇപ്പൊ നോക്കുന്ന സമയത്ത് 9 ദിവസം കഴിഞ്ഞു. ഇന്ന് ഡിസംബർ 30-ാം തീയതി ആണല്ലോ. അപ്പോൾ ഈ ഒരു 9 ദിവസം കഴിഞ്ഞിട്ട് എന്താണ് നേരെ സിനിമയുടെ ബുക്കിംഗ് എന്നുള്ള കാര്യം നമുക്കൊന്ന് പെട്ടെന്ന് കയറി നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ തൃശ്ശൂർ രാഗത്തിന്റെ ബുക്കിംഗ് കയറി നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ലൊക്കേഷൻ തൃശ്ശൂർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ നേരിന്റെ വോട്ട്സ് ഉണ്ടല്ലോ, 34.7K വോട്ട്സ് ആണ് ഇപ്പൊ നേരിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ കയറിയിട്ട് ബുക്കിംഗ് നോക്കാം. എന്താണ് നമ്മുടെ രാഗം തിയേറ്ററിലെ ഇന്നത്തെ അവസ്ഥ എന്നുള്ള കാര്യം നോക്കാം കേട്ടോ. ഫസ്റ്റ് തന്നെ വന്നിട്ടുണ്ട് രാഗം തിയേറ്റർ. ഇപ്പൊ ഇന്നത്തെ ഡേറ്റ് ഉണ്ടല്ലോ, സാറ്റർഡേ 30 അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഏറ്റവും അവസാനത്തെ ഷോ 9:30 ഷോയുടെ അവസ്ഥ എന്താണെന്ന് നോക്കാം. 9:30 PM. എന്റെ മോനെ ഇത് നോക്കിയേ, ബാൽക്കണി ഓൾമോസ്റ്റ് ഫുൾ ആയിട്ടുണ്ട്. 2, 4, 5 സീറ്റ് മാത്രമാണ് ബാൽക്കണിയിൽ ഉള്ളത് കേട്ടോ. ഇവിടെ 45 സീറ്റ്സ് റിമൈനിങ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. വെറും 45 സീറ്റ് മാത്രമാണ്. ഇത് നോക്കിയേ, ഫുൾ ബുക്കിംഗ് കണ്ടല്ലോ. 9 ദിവസം കഴിഞ്ഞു, ഇപ്പോഴും ഗംഭീര ബുക്കിംഗ് ആണ്. ഇത് നോക്കിയേ, ഇത്രയും ഇങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കുന്ന സീറ്റുകളും ഈ ഫ്രണ്ട് റോയുടെ സീറ്റ് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾ നോക്കിയേ ഓൾമോസ്റ്റ് എല്ലാ സീറ്റും കംപ്ലീറ്റ് ഫുൾ ആയിട്ടുണ്ട്. ഈ ഒരു ഷോയ്ക്കകത്ത് മൊത്തം 45 സീറ്റ് മാത്രമാണ് പെൻഡിങ് ഉള്ളത് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത ഷോ നോക്കാം. ഇവിടെ 137 സീറ്റ്സ് ആണ് പെൻഡിങ് നടക്കുന്നത് കേട്ടോ. എൻ്റെ മോനെ വേറെ ലെവൽ ബുക്കിംഗ് കണ്ടല്ലോ. ബാൽക്കണി ഓൾമോസ്റ്റ് ഫുൾ ആണ്. നമ്മൾ ഫസ്റ്റ് ക്ലാസിന്റെ കാര്യം നോക്കുമ്പോഴത്തേക്ക് ഫ്രണ്ട് റോയിലാണ് ഒഴിഞ്ഞു കിടക്കുന്നത്. ബാക്കി നിങ്ങൾ മുകളിലോട്ട് കണ്ടല്ലോ, ഗംഭീര ബുക്കിംഗ് ആണ് ഇപ്പോഴും നമ്മുടെ നേര് സിനിമയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നേരെ 3:30 ബുക്കിംഗ് നോക്കാം. കണ്ടല്ലോ, വേറെ ലെവൽ ബുക്കിംഗ് ആണ് കേട്ടോ. ഒരു രക്ഷയില്ല, ഗംഭീര ബുക്കിംഗ് ആണ്. അപ്പൊ ഗായ്സ്, ഇതാണ് അവസ്ഥ നമ്മുടെ നേര് സിനിമയുടെ ബുക്കിംഗ്. ഇതിപ്പോ നിങ്ങൾ കണ്ടല്ലോ, ഈ 9:30 ഷോ എന്നൊക്കെ പറയുമ്പോഴേ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് രാവിലെ 7:19 AM കണ്ടല്ലോ. ഈ ഒരു സമയം, അതായത് ഇപ്പൊ രാവിലെ ബുക്ക് ചെയ്യുന്ന സമയത്ത് നോക്കുന്ന സമയത്ത് തന്നെ ഇത്രയും ഹെവി ബുക്കിംഗ് ആണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് കണ്ടല്ലോ. അപ്പോൾ ഗംഭീര ബുക്കിങ്ങോട് കൂടി നമ്മുടെ നേര് സിനിമ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് അവസ്ഥ. ഇപ്പോഴും ഈ 9 ദിവസം കഴിഞ്ഞിട്ട് പോലും സിനിമ ഗംഭീര കളക്ഷനോട് കൂടിയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനിയും കുറെ കോടികൾ ഇങ്ങോട്ട് വരാനായിട്ടുണ്ട് കേട്ടോ സിനിമയ്ക്ക്. അപ്പോൾ കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ലാലേട്ടന്റെ സിനിമയുടെ പോസിറ്റീവ് വന്ന അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല തിയേറ്ററുകളും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം പോസ്റ്റർ ഉണ്ടായിരുന്നു. അതായത് സലാറിന്റെ പോസ്റ്റർ മാറ്റിയിട്ട് അവിടെ നേരിന്റെ പോസ്റ്റർ ഒട്ടിക്കുന്ന ഒരു കാര്യം കണ്ടായിരുന്നു. അപ്പം 2 ഗംഭീര വമ്പൻ സിനിമകളുടെ കൂടാണ് നമ്മുടെ ഈ ഒരു ചെറിയ കുഞ്ഞു സിനിമ റിലീസ് ചെയ്തത്. അറിയാലോ, സലാറിന്റെ കൂടെയും ഡങ്കിയുടെ കൂടെയും. അപ്പോൾ സലാറിന്റെയും ഡങ്കിയുടെയും കാര്യം പറയുകയാണെങ്കിൽ ഒരു പാൻ ഇന്ത്യൻ ലെവൽ സിനിമയാണ്. അപ്പം അതിന്റെ കൂടെയാണ് ഈ ഒരു ചെറിയ സിനിമ ഇത്രയും ഗംഭീര ഹിറ്റ് അടിച്ചത്. അതും വലിയൊരു എന്താ പറയുക, വലിയ ഹൈപ്പോട് കൂടി വന്നൊരു സിനിമയൊന്നുമല്ല. ഒരു കോർട്ടൂൺ ഡ്രാമ സിനിമ, വലിയ ഹൈപ്പൊന്നുമില്ല. അങ്ങനെ വന്നൊരു സിനിമ കേറി അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് അവസ്ഥ. ഇപ്പോഴത്തെ ഒരു അവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ അറിയാമല്ലോ, ഇപ്പോൾ ഒരു സിനിമ വെള്ളിയാഴ്ച റിലീസ് ചെയ്ത് വെള്ളി, ശനി, ഞായർ, അത് കഴിഞ്ഞ് തിങ്കളാഴ്ചയിലേക്ക് സർവൈവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാത്ത കാര്യമാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ 9 ദിവസം കഴിഞ്ഞിട്ടും ഇങ്ങനെ ഹൗസ്ഫുൾ ആയിട്ട് ബുക്കിംഗ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നേര് ഗംഭീരമായിട്ട് തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രിസ്മസും അതുപോലെ തന്നെ ന്യൂ ഇയർ നമ്മുടെ ലാലേട്ടൻ്റെ കയ്യിലായി കേട്ടോ. ലാലേട്ടൻ തൂക്കി. ലാലേട്ടൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ പിള്ളേരുണ്ടോ എൻ്റെ കൂടെ, ആ ഒരു അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഗംഭീരമായിട്ട് തന്നെ സിനിമ പോകട്ടെ. നമുക്കൊരു 100 കോടിയൊക്കെ കിട്ടുമെന്നുള്ള കാര്യം നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്തായാലും സിനിമ വളരെ ഗംഭീരമായിട്ട് തന്നെ മുമ്പോട്ട് പോകട്ടെ കേട്ടോ.